ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലെ പുതിയ ഭൂഗർഭ പള്ളി പ്രാർത്ഥനയ്ക്കായി തുറന്നു. ഈദുൽ ഫിത്തർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പെരുന്നാൾ നിസ്കാരമാണ് പുതിയ പള്ളിയിൽ ആദ്യം നടന്നത്. ഈദുൽ ഫിത്തർ ദിനമായ ഇന്ന് രാവിലെ 8 മണിക്കാണ് ചേരമാൻ ജുമാ മസ്ജിദിലെ പുതിയ ഭൂഗർഭ പള്ളിയിൽ ആദ്യ നിസ്കാരം നടന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത്. ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദവി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ചേരമാൻ ജുമാ മസ്ജിദിന്റെ പൗരാണിക തനിമ നിലനിർത്തിക്കൊണ്ടുള്ള നവീകരണത്തിന്റെ ഭാഗമായാണ് ഭൂഗർഭ പള്ളി നിർമ്മിച്ചത്. അറബ് നാട്ടിൽ നിന്നും വന്ന ഇസ്ലാമിക പണ്ഡിതൻ മാലിക് ദീനാറാണ് AD 629 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ചേരമാൻ ജുമാ മസ്ജിദ് നിർമ്മിച്ചത്. കേരളീയ വാസ്തുശില്പകല മാതൃകയിലായിരുന്നു നിർമ്മാണം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയത്തിന് പിന്നീട് നിരവധി കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുകയും ആദ്യകാല രൂപത്തിൽ നിന്ന് വലിയ മാറ്റം സംഭവിക്കുകയും ചെയ്തു. 2011 ചേർന്ന മഹല്ല് കമ്മിറ്റി യോഗമാണ് പള്ളിയുടെ പൗരാണിക രൂപം തിരിച്ചുകൊണ്ടുവരാൻ തീരുമാനമെടുത്തത്. അതോടൊപ്പം കൂടുതൽ പേർക്ക് നിസ്കാരത്തിന് സൗകര്യമൊരുക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു. തുടർന്നാണ് മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.13 കോടി രൂപയുടെ സർക്കാർ ധനസഹായത്തോടുകൂടി ചേരമാൻ പള്ളിയുടെ ആദ്യകാല രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഭൂഗർഭ പള്ളി ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ടൂറിസം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇൻഗലായിരുന്നു നിർമ്മാണം. വിസ്മയ കാഴ്ചയുള്ള ദീപാലങ്കാരവും സുരക്ഷാ ക്രമീകരണങ്ങളുമുള്ള ചേരമാൻ പള്ളി പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തത് ചെറിയ പെരുന്നാൾ ദിനത്തിലായിരുന്നു എന്നതും സവിശേഷതയായി. കൈരളി ന്യൂസ്, തൃശൂർ.